ആരാണ് എന്റെ കൂടെ വന്നേക്കണം അറിയാവാ? ആരാടാ ബ്രാഞ്ചി വണ്ടിയില്? ഒരാടാറ് ടീമാണ്. ആടാറെന്ന് പറഞ്ഞാ പോരാ, ഒരൊന്നൊന്നര പാർട്ടി. ഹലോ, നീ ആരെയാണ് ഈ പേടിപ്പിക്കുന്നേ? എന്നെ ചുരുക്കി പറഞ്ഞാൽ ഒരു അമിറ്റിക്കണ്ടൻ ഇടിവെച്ച്. 36 വർഷമായിടാ മനസ്സേ ഞാൻ പോലീസില്. ഇതിനിടയിൽ പുറത്ത് അറിയുന്നതും അറിയാത്തതുമായ പല ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അടി കൊണ്ട പ്രശ്നമില്ലാത്ത ആൾക്കാർക്കൊക്കെ മുന്നോട്ട് വരാം, അല്ലാത്തവരൊക്കെ കുറച്ച് പുറകോട്ട് മാറി നിൽക്കണം. അപ്പൊ തുടങ്ങാല്ലേ? ഇത് എന്റെ കഥയാടാ. ഈ കഥയിലെ നായകൻ ഈ ജോർജ് സാറാടാ. ഉറപ്പിക്കട്ടെ, ഊതരുതേ, ഊതിയ തീപ്പൊരി പറക്കും. ജോർജ് സാറ് പഴയ ജോർജ് സാറ് തന്നെയാണ്. ചേട്ടായി സമ്മതിച്ച് കൊള്ളാം. എന്തുവാടാ പെണ്ണിക്കഴിവര്? ഇതിനൊക്കെ എന്തിനാ? ഓർക്കാൻ പോലും ഈ കഥയിൽ നീ ബാക്കി ഉണ്ടാവില്ല. സാറിന് ഇനി ഇവിടെ റോളൊന്നുമില്ല. എന്റെ റോൾ അത് മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല. നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ, നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ടല്ലോ. നിൽപ്പുണ്ടല്ലോ സത്യം സാർ, കോരി കോരി തരിച്ചു പോയി. കത്തിച്ചളയും കുടുംബത്തോടെ. ഇനി ഞാൻ പറയും, നീ കേക്കും. കമ്പത്തേക്ക് അധികം ദൂരമില്ല ജോർജ് സാറേ. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്റെ കിളി പോയി സാറേ. ഇടിയോടിടി, ഇടിയെന്ന് പറഞ്ഞാ പോരാ, ഇടിവെട്ടി ഇടി, ഒറ്റ മുതുകത്തു വെള്ളിടി, ഒന്ന് കാണേണ്ട ഇടി. നാട്ടിൽ ഇങ്ങനൊരു ഇടി നമ്മൾ കണ്ടിട്ടില്ല. ഒടുക്കത്തെ ഇടി. മൊയിലാളി ഒന്ന് കാണേണ്ടതായിരുന്നു. ഈ ഇടിക്കോ നാട്ടിൻ ചോര കുടിച്ച പോരെ മൊയിലാളി. ഇനി ഞാൻ പറയും, നീയൊക്കെ കേക്കും. നല്ല ഒന്നാം തരം കറുത്ത മുട്ടനാടിന്റെ ചങ്കിലെ ഇരുന്നാഴി ചോര മതി. തോമാച്ചായൻ ആനയോടിച്ചു നിൽക്കും. ഡബിൾ ചങ്ക. മക്കൾ ഇടി കണ്ടോ? നല്ല ചങ്ക് പൊളിക്കണ ഇടി. വാടാ, കളത്തിലൊന്നും ഇറങ്ങണ്ട, ബാൽക്കണി ഇരുന്നങ്ങ് കണ്ടാ മതി. കൊടിയേറി മക്കളെ അങ്ങോട്ട് നോക്കണ. ഓർക്കുമ്പോ തന്നെ ഗൂസ് ബംസ് കണ്ടില്ലേ? കേടിയ വള്ളി കാലെ ചുറ്റുന്ന് കേട്ടിട്ടില്ല സാറേ. കൊറേ നാളായി ഞാനിവനെ കൈ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അയാൾക്കെന്നല്ല, നേരിട്ട് എന്നെ വെല്ലുവിളിക്കുന്ന ആർക്കും അതിന് കഴിയില്ല സർ. കുട്ടിൻ്റെ ഇമോഷൻ എന്താണെന്ന് മാസ്റ്റർക്ക് പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ മാസ്റ്റർ ആ ഇമോഷനിൽ നിന്നാണ് ഫൈറ്റ് കൊടുക്കുന്നത്. അന്യായം അണ്ണാ, അന്യായം. എനിക്ക് തോന്നുന്നു ഞാൻ 2 സിനിമകൾ ചെയ്തതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഫൈറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സിനിമയാണ് കൂടുതൽ. എല്ലാവരും കോരിസ്തരിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അതിൽ, ആ ജമ്പ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അതിനകത്ത് നോക്കിയടാ രോമ എന്നേക്കുന്നത്. സ്റ്റൺ സിൽവ എന്ന് പറയുന്നൊരു കോറിയോഗ്രാഫർ, ഫൈറ്റ് കോറിയോഗ്രാഫർ. എന്തായാലും സമ്മതിക്കണം, ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നില്ലേ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കൂടെ. കൂട്ടത്തോട് പറഞ്ഞേരെ, ഒറ്റ വീണ്ടും കാട് കയറിയുന്നു. പ്രതാപൻ സാറേ, ട്രെൻഡ് സെറ്റർ എന്ന് പറഞ്ഞ ഇതാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. നല്ല അസല് സദ്യ ഉണ്ട് എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ്. കൺമണി പൂവേ, കണ്ണാടി പൂവേ, കണിപ്പൂവേ, മുറ്റമിതാകെ പൂ